ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ 7ാമത്തെ ചാപ്റ്ററായ മോർ ആൻഡ് ലെസിന്റെ ആക്ടിവിറ്റി ബുക്കിലെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ 7ാമത്തെ ചാപ്റ്റർ മോർ ആൻഡ് ലെസ് നമ്മൾ ക്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. വീഡിയോ കാണാത്തവർക്കായി മുകളിൽ ഐ ബട്ടണായിട്ട് കൊടുത്തേക്കാം. 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ്, മലയാളം, മാത്സ് ക്ലാസ്സുകൾക്കായി നിങ്ങൾക്ക് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. എങ്കിൽ നമുക്ക് ആക്ടിവിറ്റീസ് നോക്കാം. മോർ ആൻഡ് ലെസ്. ചിത്രത്തിൽ കോഴിയെയും കുഞ്ഞുങ്ങളെയും കാണാം. അതുപോലെ തന്നെ ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഡ്രംസ്റ്റിക്ക് മുരിങ്ങക്ക വെച്ചുകൊണ്ട് നിൽക്കുന്നതും കാണാം. ഹൂസ് ഡ്രംസ്റ്റിക്ക് ഈസ് ലോങ്ങർ, പുട്ട് ടിക്ക് മാർക്ക്. ആരുടെ മുരിങ്ങക്കയാണ് വലുത്, അതിനെ ടിക്ക് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാമല്ലോ, ആരുടെ കയ്യിലിരിക്കുന്ന ഡ്രംസ്റ്റിക്ക് ആണ് വലുത്, പെൺകുട്ടിയുടെ കയ്യിലിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അവിടെ ടിക്ക് മാർക്ക് കൊടുക്കാം. അടുത്ത ചോദ്യം നോക്കൂ. ഹൗ മെനി ചിക്സ് ഓൺ ഹെൻസ് ബാക്ക്? നോക്കിയേ, കോഴിയുടെ മുകളിലായിട്ട് എത്ര കുഞ്ഞുങ്ങളുണ്ട്? 1. അപ്പൊ അവിടെ 1 എന്ന് എഴുതണം. നെക്സ്റ്റ്, ഹൗ മെനി ബിലോ? താഴെ എത്ര കുഞ്ഞുങ്ങളുണ്ട്? 2. അപ്പൊ അവിടെ 2 എന്ന് എഴുതണം. നെക്സ്റ്റ് പേജ്, ലോങ് ആൻഡ് ഷോർട്ട്, വലുതും ചെറുതും. ഡ്രോ എ ബാറ്റ് ഷോർട്ടർ ദാൻ ദിസ്. ഈ തന്നിരിക്കുന്ന ബാറ്റിനേക്കാൾ ചെറിയൊരു ബാറ്റ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചിത്രത്തിൽ കാണുന്നതിനേക്കാൾ ഒരു ചെറിയ ബാറ്റ് അവിടെ വരച്ചു കൊടുക്കണം. ഡ്രോ എ ത്രെഡ് ലോങ്ങർ ദാൻ ദിസ്. താഴെ തന്നിരിക്കുന്ന ത്രെഡിനേക്കാളും വലിയൊരു ത്രെഡ് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വലിയൊരു ചരട് വരയ്ക്കുക. ഡ്രോ എ ലോങ്ങർ വൺ നിയർ ഈച്ച് പിക്ചർ. താഴെ തന്നിരിക്കുന്ന ഓരോ ചിത്രത്തിനടുത്തും അതിന്റെ വലിയ ചിത്രങ്ങൾ വരയ്ക്കണം. പെൻസിലിന്റെ അടുത്തൊരു വലിയ പെൻസിലും അതുപോലെ പാമ്പിന്റെ അടുത്തൊരു വലിയ പാമ്പും വരയ്ക്കേണ്ടതാണ്. നെക്സ്റ്റ് പേജ്, ടിക്ക് ദ സർക്കിൾസ് നിയർ ദ ലോങ്ങർ വൺസ് ഓഫ് സെയിം ഓബ്ജക്റ്റ്. അവിടെ കുറച്ച് ഓബ്ജക്റ്റുകൾ തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന വസ്തുക്കളുടെ എല്ലാം വലുതും ചെറുതുമുണ്ട്. പെൻസിലിന്റെ വലുതുമുണ്ട്, ചെറുതുമുണ്ട്. റെഡ് കളറിലും യെല്ലോ കളറിലും ഉണ്ട്. ചെറുത് യെല്ലോയും വലുത് റെഡ് കളറും. അതുപോലെ ചീപ്പും 2 കളറിലുണ്ട്, ഒന്ന് വലുത് ഒന്ന് ചെറുത്. സ്കെയിലും 2 എണ്ണമുണ്ട്, ഒന്ന് വലുതും ഒന്ന് ചെറുതും. മാലയും 2 എണ്ണമുണ്ട്, ഒന്ന് വലുതാണ് ഒന്ന് ചെറുതാണ്. കുടയും 2 എണ്ണമുണ്ട്, ഒന്ന് വലുത് ഒന്ന് ചെറുത്. അതുപോലെ തന്നെ സ്പൂണും ഒന്ന് വലുതാണ് ഒന്ന് ചെറുതാണ്. അപ്പൊ നമുക്ക് വലുതിനെ എല്ലാം തന്നിരിക്കുന്ന സർക്കിളിൽ ടിക്ക് മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എല്ലാ വലുതിലും നമുക്ക് ടിക്ക് മാർക്ക് ചെയ്യാം. ആദ്യം പെൻസിൽ ടിക്ക് മാർക്ക് ചെയ്യാം. അടുത്തതായി വലിയ ചീപ്പ് ടിക്ക് മാർക്ക് ചെയ്യാം. അടുത്തതായി നീളം കൂടിയ സ്കെയിൽ ടിക്ക് മാർക്ക് ചെയ്യാം. അടുത്തതായി നീളം കൂടിയ മാല ടിക്ക് മാർക്ക് ചെയ്യാം. നീളം കൂടിയ കുട ടിക്ക് മാർക്ക് ചെയ്യാം. ഇനി നീളം കൂടിയ സ്പൂണും ടിക്ക് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജ്, ലെറ്റസ് മാർക്ക് നമ്പേഴ്സ്. നമ്പർ മാർക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്പർ ദ ഒബ്ജക്റ്റ് ഇൻ ദ ഓർഡർ ഫ്രം ദ ലൈറ്റസ്റ്റ് ടു ദ ഹെവിയസ്റ്റ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ചെറുതിൽ നിന്നും വലുതിലേക്ക് നമ്പർ ഇടാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ചെറിയ ഭാരമുള്ള ഒബ്ജക്റ്റ് ഏതാണ്? പെൻസിലാണ്. അപ്പൊ പെൻസിലിന് 1 എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞ് കപ്പിന് 2 എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞ് ബക്കറ്റിന് 3 എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞ് മിക്സിക്ക് 4 എന്ന് കൊടുക്കാം. അത് കഴിഞ്ഞോ 5 ചെയർ കസേരയ്ക്ക് കൊടുക്കാം. 6 ഷെൽഫിന് കൊടുക്കാം. നെക്സ്റ്റ്, ലെറ്റസ് കളർ. കളർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദീസ് ബോക്സസ് ആർ ഫോർ പാക്കിംഗ് ലഡൂസ്. താഴെ തന്നിരിക്കുന്ന ബോക്സുകൾ ലഡു പാക്ക് ചെയ്യാനുള്ളതാണ്. ഇൻ വിച്ച് ബോക്സ് ക്യാൻ വി പാക്ക് മോർ ലഡൂസ് ദാൻ ഓൾ ദ അതേഴ്സ്. ഇതിൽ തന്നിരിക്കുന്നതിൽ ഏത് ബോക്സിലായിരിക്കും കൂടുതൽ ലഡു പാക്ക് ചെയ്യാൻ കഴിയുന്നത്? കളർ ദാറ്റ് ബോക്സ് ഗ്രീൻ. ആ ബോക്സിന് പച്ച കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഏറ്റവും വലിയ ബോക്സിന് പച്ച കളർ കൊടുക്കാം. കളർ ദ സ്മോളസ്റ്റ് ബോക്സ് ബ്ലൂ. ഏറ്റവും ചെറിയ ബോക്സിന് ബ്ലൂ നീല കളർ കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ചെറിയ ബോക്സിന് നീല കളറും കൊടുക്കാം. നെക്സ്റ്റ് പേജ്, വിച്ച് വൺ. ഏതിനാണ്? വിച്ച് വെസൽ ക്യാൻ ഹോൾഡ് മോർ വാട്ടർ. തന്നിരിക്കുന്ന പാത്രങ്ങളിൽ ഏതിലാണ് കൂടുതൽ വെള്ളം കൊള്ളുന്നത്? ടിക്ക് ആൻഡ് കളർ ഇറ്റ്. അതിന് അവിടെ തന്നിരിക്കുന്ന സർക്കിളിൽ ടിക്ക് ചെയ്യുകയും ആ പാത്രം കളർ ചെയ്യുകയും വേണം. നമുക്ക് കളർ ചെയ്യാം. ഏറ്റവും അവസാനത്തെ പാത്രത്തിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുന്നത്. അത് കളർ ചെയ്ത് ടിക്ക് ചെയ്യുകയും ചെയ്യാം. ടിക്ക് ദ ലോങ്ങർ റോപ്പ്. താഴെ തന്നിരിക്കുന്ന റോപ്പിൽ ഏതാണ് വലുത്? അത് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം തന്നിരിക്കുന്നതാണ് വലുത് അല്ലേ? അപ്പൊ അത് തന്നെ ടിക്ക് ചെയ്യാം. ടിക്ക് ദ ഹെവിയർ. ഏറ്റവും ഭാരം കൂടിയതിന് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ചിത്രം നോക്കിയേ, ഏത് ചിത്രമാണ് ഭാരം കൂടിയതെന്ന് നമുക്ക് തോന്നുന്നത്? ആദ്യത്തെ ചിത്രമാണല്ലേ. വെയിറ്റ് കൂടുതലുള്ളത് ആദ്യത്തെ ചിത്രത്തിലാണ്. അപ്പോൾ അത് തന്നെ ടിക്ക് ചെയ്യാം. നെക്സ്റ്റ് പേജ്, ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് ടെൽ എ സ്റ്റോറി. താഴെ തന്നിരിക്കുന്ന ചിത്രങ്ങൾ നോക്കി ഒരു കഥ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. താഴെ എന്തൊക്കെ ചിത്രങ്ങളാണ് തന്നിരിക്കുന്നത്? ആദ്യത്തെ ചിത്രത്തിൽ വ്യാപാരിയും ഭാര്യയും കഴുതയും കൂടി നദി മുറിച്ച് കടക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നദി മുറിച്ച് കടന്നപ്പോൾ എന്ത് ചെയ്തു? കഴുത വെള്ളത്തിൽ വീഴുന്നതാണ് അടുത്ത ചിത്രത്തിൽ. അടുത്ത ചിത്രത്തിലോ വ്യാപാരിയും ഭാര്യയും കൂടി സങ്കടത്തോടെ കഴുതയെയും കൊണ്ട് പോകുന്നു. അതിന്റെ അടുത്ത ചിത്രത്തിൽ വ്യാപാരിയും ഭാര്യയും എന്ത് ചെയ്യുന്നു? പഞ്ഞി വെച്ച് കെട്ടി കഴുതയുടെ മുകളിൽ
കഴുതയെ കൊണ്ടുപോകുന്നു. കഴുത വീണ്ടും നദിയിൽ ചാടുന്നു. ചാടുമ്പോൾ എന്ത് സംഭവിക്കുന്നു? കഴുതയുടെ മുകളിലിരുന്ന പഞ്ഞിയുടെ ഭാരം വർദ്ധിക്കുന്നു. ഇതാണ് ചിത്രത്തിൽ കാണുന്നത്. ഇത് വെച്ച് നമുക്കൊരു കഥ പറഞ്ഞാലോ? ദ ക്ലെവർ മെർച്ചന്റ് ആൻഡ് ദ ലേസി മങ്കി. ബുദ്ധിമാനായ വ്യാപാരിയും മടിയനായ കഴുതയും. നമുക്ക് വായിക്കാം. വൺസ് അപ്പോൺ എ ടൈം എ മെർച്ചന്റ് ലിവ്ഡ് വിത്ത് ഹിസ് ഫാമിലി. ഒരിടത്ത് ഒരു വ്യാപാരിയും അദ്ദേഹത്തിന്റെ കുടുംബവും സന്തോഷത്തോടെ താമസിച്ചിരുന്നു. ഹി ഹാഡ് എ ഡോങ്കി ആൻഡ് ദ ഡോങ്കി ഹെൽപ്ഡ് ഹിം എവരി ഡേ. അദ്ദേഹത്തിന് ഒരു കഴുതയുണ്ടായിരുന്നു. ആ കഴുതയാണ് അദ്ദേഹത്തെ എല്ലാ ദിവസവും സഹായിച്ചുകൊണ്ടിരുന്നത്. ദ മെർച്ചന്റ് യൂസ്ഡ് ടു ഗോ ടു ദ മാർക്കറ്റ് വിത്ത് ഹിസ് ഡോങ്കി. ആ വ്യാപാരി എന്നും അദ്ദേഹത്തിന്റെ കഴുതയോടൊപ്പമാണ് മാർക്കറ്റിൽ പോയിരുന്നത്. ഹി ഓൾവേസ് ലോഡഡ് എ സാക്ക് ഓഫ് സോൾട്ട് ഓൺ ദ ഡോങ്കീസ് ബാക്ക്. എന്നും ഡോങ്കിയുടെ പുറത്ത് ഒരു ചാക്ക് ഉപ്പ് നിറച്ച് വെക്കുമായിരുന്നു. അതുകൊണ്ടായിരുന്നു പോകുന്നത്. ഓൺ ദ വേ ഹി ഹാഡ് ടു ക്രോസ് എ റിവർ. പോകുന്ന വഴിയിൽ ഒരു നദി മുറിച്ചു കടക്കാനുണ്ട്. വൺ ഡേ വൈൽ ക്രോസിംഗ് ദ റിവർ ദ ഡോങ്കി സ്ലിപ്ഡ് ആൻഡ് ഫെൽ ഇൻ ടു ദ വാട്ടർ. ഒരു ദിവസം നദി മുറിച്ചു കടക്കവേ കഴുത വെള്ളത്തിൽ വീണുപോയി. ദ സോൾട്ട് ഡിസോൾവ്ഡ് ഇൻ ദ വാട്ടർ ആൻഡ് ദ ലോഡ് ബിക്കം വെരി ലൈറ്റ്. അപ്പോൾ മനസ്സിലായി കാണുമല്ലോ, ഉപ്പ് വെള്ളത്തിൽ അലിഞ്ഞു പോവുകയും ആ കഴുതയുടെ മുകളിലിരുന്ന ചാക്ക് വളരെ ചെറുതാവുകയും ചെയ്തു. ദ ഡോങ്കി അണ്ടർസ്റ്റുഡ് ദിസ്. ഇത് മനസ്സിലാക്കിയ കഴുത എന്ത് ചെയ്തു? ഫ്രം ദ നെക്സ്റ്റ് ഡേ ഓൺവേഴ്സ് ദ ഡോങ്കി പർപ്പസ്ലി ഫെൽ ഇൻ ദ റിവർ വൈൽ റിട്ടേണിംഗ് ഫ്രം ദ മാർക്കറ്റ് സോ ദാറ്റ് ദ ലോഡ് വുഡ് ബിക്കം ലൈറ്റർ. ഇത് മനസ്സിലാക്കിയ കഴുത എന്താണ് ചെയ്തത്? പർപ്പസ്ലി അറിഞ്ഞുകൊണ്ട് തന്നെ ദിവസവും നദിയിൽ വീഴാൻ തുടങ്ങി. അപ്പോൾ ലോഡ് എന്ത് ചെയ്യും? ഉപ്പ് അലിഞ്ഞു പോവുകയും ആ ലോഡ് വളരെ കുറഞ്ഞതായിട്ട് മാറുകയും ചെയ്യുമായിരുന്നു. ദ മെർച്ചന്റ് സൂൺ റിയലൈസ്ഡ് വാട്ട് ദ ഡോങ്കി വാസ് ഡൂയിങ്. ഇത് കണ്ട വ്യാപാരി എന്ത് മനസ്സിലാക്കി? ഡോങ്കി ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് തിരിച്ചറിഞ്ഞു. സോ ഹി ഡിസൈഡഡ് ടു ടീച്ച് ദ ഡോങ്കി എ ലെസൺ. അങ്ങനെ വ്യാപാരി കഴുതയെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ചു. ദ നെക്സ്റ്റ് ഡേ ഇൻസ്റ്റെഡ് ഓഫ് സാൾട്ട് ഹി ലോഡഡ് കോട്ടൺ ഓൺ ദ ഡോങ്കീസ് ബാക്ക്. അടുത്ത ദിവസം മുതൽ ഉപ്പിന് പകരം അവിടെ പഞ്ഞി വെച്ച് കെട്ടാൻ തുടങ്ങി ഡോങ്കിയുടെ പുറത്ത്. ആസ് യൂഷ്വൽ ഡോങ്കി ഫെൽ ഇൻ ടു ദ റിവർ ഓൺ പർപ്പസ്. എന്നത്തെയും പോലെ തന്നെ കഴുത അറിഞ്ഞുകൊണ്ട് നദിയിലേക്ക് ചാടി. അപ്പോൾ എന്ത് സംഭവിച്ചു കാണും? ബട്ട് ദിസ് ടൈം ദ കോട്ടൺ സോക്ക്ഡ് അപ്പ് ദ വാട്ടർ ആൻഡ് ബിക്കെയിം വെരി ഹെവി. പഞ്ഞി വെള്ളത്തിൽ വീണാൽ എന്തായിരിക്കും അവസ്ഥ? വലുതായിട്ട് ഭാരം കൂടുതലായിട്ട് മാറും. ദ മെർച്ചന്റ് റിപ്പീറ്റഡ് ദിസ് ഫോർ 2 or 3 days. ഈ വ്യാപാരി ഇത് 2-3 ദിവസം ആവർത്തിക്കാൻ തുടങ്ങി. പിന്നെ എന്ത് സംഭവിച്ചു? ദ ഡോങ്കി അണ്ടർസ്റ്റുഡ് ഇറ്റ്സ് മിസ്റ്റേക്ക് ആൻഡ് സ്റ്റോപ്ഡ് ജമ്പിങ് ഇൻ ടു ദ വാട്ടർ. എന്ത് ചെയ്തു? ഡോങ്കി തന്റെ തെറ്റ് മനസ്സിലാക്കുകയും വാട്ടറിൽ നദിയിലേക്ക് ചാടുന്നത് നിർത്തുകയും ചെയ്തു. ആഫ്റ്റർ ദാറ്റ് ദ ഡോങ്കി ക്യാരിഡ് ദ സോൾട്ട് കെയർഫുള്ളി എവരി ഡേ. അതിനുശേഷം ഉപ്പിന്റെ ചാക്കുകൾ വളരെ കെയർഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ കഴുത ശ്രദ്ധിച്ചു. ദ മെർച്ചന്റ് ആൻഡ് ദ ഡോങ്കി ദെൻ ലിവ്ഡ് ഹാപ്പിലി. അതിനുശേഷം വ്യാപാരിയും കഴുതയും സന്തോഷത്തോടെ ജീവിച്ചു. എന്താണ് ഈ കഥയുടെ മെസ്സേജ്? മടി മാറ്റി വെച്ച് നമ്മൾ പ്രവർത്തിച്ചാലേ നമുക്ക് വിജയത്തിൽ എത്തിച്ചേരാൻ കഴിയുള്ളൂ. ഈ ചാപ്റ്ററിന്റെ ആക്ടിവിറ്റീസ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ അടുത്ത ചാപ്റ്ററുമായി കാണാം. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.